ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കാരണം ഇതിന് അന്യമായി കണ്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ പ്രജ്ഞാനഘനത്തിൽ നിന്ന് അന്യമായി നാമരൂപങ്ങൾ എങ്ങനെ ഉണ്ടായി, അത് പ്രജ്ഞാനഘനമല്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം എന്താ വിവരക്കേട്. അല്ല, വേറൊന്നും പറയാനില്ല. തമോ ഹേതു, തമസാണ് അതിന് ഹേതു. സമുത്ഥാനം എന്താണ്? എന്നാ വേദ്മീത്യാഗ്രഹാത്മകം. അതാണ് ഞാൻ പറഞ്ഞത്. വാശി പിടിക്കുകയാണ്. ശ്രുതി സമാധാനിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഈ ചിത്തിന്റെ ആഭാസമാണ്. പക്ഷെ താൻ വാശി പിടിക്കണം. എന്താണ്? ഇല്ല, എനിക്ക് ഇന്നലെ കിളിക്കണം എന്ന് പറയും. എന്നാ വേദ്മീത്യാഗ്രഹാത്മകം. ഇതൊരാഗ്രഹമാണ്, ദുരാഗ്രഹമാണ്. സത്യത്തെക്കുറിച്ച് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് നിരപേക്ഷമായി പ്രകാശിക്കുന്നതാണ്. അതിനാരുടെയും അംഗീകാരം ആവശ്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വത്തെ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ പറ്റും. ശ്രുതിക്ക് വെളിപ്പെടുത്താൻ പറ്റൂ, ഗുരുവിന് വെളിപ്പെടുത്താൻ പറ്റൂ, ഗുരുവിന്റെ വാക്യത്തിന് വെളിപ്പെടുത്താൻ പറ്റൂ, അന്വേഷിക്കുന്നവന് വെളിപ്പെടുത്താൻ പറ്റൂ. കാരണം അത് വെളിപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഉണർന്നിരിക്കുന്നവനെ എങ്ങനെയാണ് ഉണർത്തുന്നത്? അത് സാധ്യമല്ല. ഈ തത്വത്തെ അങ്ങനെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണർവിൽ തന്നെയാണ്. അവനൊരിക്കലും ഉറക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ തത്വം തന്നെയാണ് സർവരും. അതുകൊണ്ട് സർവരും ആ ഉണർവിൽ തന്നെയാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് നിത്യമുക്ത ശുദ്ധ ബുദ്ധനായിരിക്കുന്നു. അങ്ങനെ ആയിരുന്നിട്ടും കൃത്രിമമായി ഒരാഗ്രഹത്തെ പറയുകയാണ്. ഞാനിതറിയുന്നില്ല. എന്നാ വേദ്മീത്തി ആഗ്രഹാത്മകം. ഇത് വെറും ഒരു ദുരാഗ്രഹം മാത്രമാണ്. ഈ തത്വജ്ഞാനം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. അനായാസസിദ്ധമായ കാര്യമാണ്. കണ്ണു തുറക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ശ്രമം ആവശ്യമുള്ള ജോലിയാണ്. കണ്ണു തുറക്കുന്നതിനൊരു ശ്രമം ആവശ്യമില്ല. കണ്ണു തുറന്നാൽ കാണും. അപ്പോൾ കാണുക എന്ന് പറയുന്നത് ശ്രമം ആവശ്യമുള്ള കാര്യമല്ല. അത് സഹജമാണ്. പക്ഷെ ഒരാൾ കണ്ണ് ഒന്ന് മുറുകെ അടച്ചിട്ട് പറയുന്നത് ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, അതുപോലെ എന്നാ വേദ്മീത്തി അറിയുന്നില്ല എന്നുള്ള ഒരാഗ്രഹമാണ്, ഒരു നിർബന്ധമാണ്. ഒരു കുഞ്ഞിന്റെ നിർബന്ധം പോലെ അവന്റെ അവിവേകം കൊണ്ട് അവൻ നിർബന്ധം പിടിക്കുന്നു. അതുകൊണ്ട് ഇതിനെ അറിയുന്നതിനല്ല, ഇത് അറിയുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ വാശി പിടിക്കുന്നത്. അറിയുന്നതിനൊരു വാശിയുടെ ആവശ്യമില്ല. അത് സഹജമായി തന്നെ അത് പ്രകാശിച്ചോളൂ. മറിച്ച് അറിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ വാശി പിടിക്കും. ഒരാൾ പറയും എനിക്കിത് ശരിയാകത്തില്ല, എനിക്കിത് ബോധിക്കത്തില്ല, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒന്നല്ല ഇത്. ഇത് ഹിമാലയത്തിൽ കയറുന്നത് പോലെ ക്ലേശപരമായ ഒരു കാര്യമെന്നല്ല ഇവിടെ പറയുന്നു. മറിച്ചാണ് ഇതറിയാതിരിക്കുന്നതാണ് ആഗ്രഹം, ദുരാഗ്രഹം. സഹജമായിരിക്കുന്ന കാര്യത്തിൽ എന്തിനങ്ങനെ ഒരു ദുരാഗ്രഹത്തെ സൃഷ്ടിക്കുന്നു? ആണ് സൃഷ്ടിക്കാൻ കാരണം കണ്ണിന് അനായാസമായി തുറക്കുന്നതിനുള്ള ശേഷി സഹജമായി തന്നെ ഉണ്ടെങ്കിലും അത് അടച്ചിട്ടൊരാൾക്ക് കാണാതിരിക്കുക. അതുപോലെയുള്ളത് എന്ന വേദ്മീത്യാഗ്രഹാത്മകം. ഞാനീ പറയുന്നതിന്റെ വാച്യാർത്ഥമല്ല, അതിന്റെ താല്പര്യത്തെ പറയുക. വാച്യാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാതിരിക്കും. മിഥ്യാജ്ഞാനം തമക്കുറുവൻ, തമഹ മിഥ്യാജ്ഞാനം കുറുവൻ. ഈ ദുരാഗ്രഹം എന്ന് പറയുന്ന ഈ തമസ്, ഈ കണ്ണടയ്ക്കൽ, സഹജമായി തുറക്കേണ്ടതിനെ അടച്ചു പിടിക്കുക. അടച്ചു പിടിക്കുന്നതിന് നമുക്ക് യത്നം ആവശ്യമാണ്. കണ്ണു തുറന്നിരിക്കുക, ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയത്തില്ല. പക്ഷെ കണ്ണടച്ചിരുന്ന് നോക്കുക, കുറച്ച് സമയം കണ്ണ് വേദനിക്കും. ഈ തമസ് മിഥ്യാജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഈ ദുരാഗ്രഹം
ആണ് ഈ മിഥ്യാജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് ശരീര ഇന്ദ്രിയ മനോസംബന്ധിയായിട്ടുള്ള നാനാജ്ഞാനങ്ങൾ, അതാണ് മിഥ്യാജ്ഞാനം. അതിനെന്തുണ്ടാകുന്നു? ഈ തമസ്സുണ്ടാക്കുന്നു എന്നാണ്. അതായത് എൻ്റെ മുമ്പിൽ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു, എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ള കണ്ണു തുറന്നാൽ എനിക്ക് കാണാം. പക്ഷെ ഞാൻ കണ്ണടച്ചിട്ട് ഉള്ളിൽ ഭാവന ചെയ്യുന്നു. കണ്ണ് തുറന്ന് കാണേണ്ട കാര്യത്തിന് പകരം കണ്ണടച്ചിട്ട് ഭാവന ചെയ്യുന്നതാണ് നമ്മുടെ ഈ ആത്മീയതയല്ല.